അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, എല്ലാവരും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ബലിപെരുന്നാൾ ദിനം അടുത്ത സന്തോഷത്തിലാണ്. ഈ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാൾ നോമ്പ് എന്ന ഒരു പ്രധാനപ്പെട്ട ഇബാദത്തിന് ശേഷം അള്ളാഹു നമുക്ക് തന്ന ഒരു ആഘോഷമാണ്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ഇബാദത്ത് അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടുടനെ നമുക്ക് തന്ന ഒരു ആഘോഷമാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷോപലക്ഷം ഹാജിമാർ പരിശുദ്ധമായ ഹറമിൻ്റെ ഭാഗങ്ങളിൽ പെരുന്നാൾ ദിവസത്തിൽ അവരുടെ പ്രധാനപ്പെട്ട അമലുകൾ 3 അമലുകളാണ്. ഒന്ന് ജംറകളിലുള്ള കല്ലേറാണ്, മറ്റൊന്ന് ബലിമൃഗത്തെ അറുത്തു കൊടുക്കുക എന്നുള്ളതാണ്, മൂന്നാമതായി ഹാജിമാരുടെ പ്രധാനപ്പെട്ട അമല് മുടി കളയുക എന്നുള്ളതാണ്. ഈ പെരുന്നാൾ നമ്മൾ ഹാജിമാരോടുള്ള ഐക്യദാർഢ്യവും അവരുടെ സ്മരണകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെപ്പറ്റി പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുകയും അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ഹാജിമാർ ജംറകളിൽ കല്ലെറിയുകയും ബലിമൃഗത്തെ അറുത്തു കൊടുക്കുകയും അതുപോലെ മുടി കളയുകയും ചെയ്യുന്ന ഈയൊരു നിമിഷത്തിൽ ഹജ്ജിന് പോകാൻ കഴിയാത്ത ഹതഭാഗ്യരായ അല്ലെങ്കിൽ ഒരിക്കൽ ഹജ്ജിന് പോയി ഈ പെരുന്നാൾ സുദിനം അവരവരുടെ നാടുകളിൽ ആഘോഷിക്കുന്ന മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 അമലുകൾ ഹാജിമാർ ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് വലിയൊരു സന്ദേശം ജീവിതത്തിൽ നമുക്ക് സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാനുണ്ട്. ജംറകളിലുള്ള കല്ലേറ് എന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി മിനാ താഴ്വരയിൽ കൊണ്ട് മലർത്തിക്കിടത്തി കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് പിശാജ് ഓടി എത്തുകയും 3 സ്ഥലങ്ങളിൽ വച്ച് മഹാനായ ഇബ്രാഹിം നബി പിശാജിനെ ഓടിക്കാൻ വേണ്ടി കല്ലുകൾ വാരി എറിയുകയും ചെയ്തതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഹാജിമാർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജംറകളിലുള്ള കല്ലേറ് ഇബാദത്തായി കാണുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് ശൈത്താനീയത്ത് എന്ന് പറയുന്ന മനുഷ്യനിലുള്ള ആ ഒരു ദുസ്വഭാവത്തെ, ശൈത്താനീയത്തിനെ മാറ്റുകയാണ്. രണ്ടാമത് ബലി അറുക്കുന്നതിലൂടെ മനുഷ്യനിലുള്ള മൃഗീയതയെ അവർ അറുത്തു കളയുകയാണ്. അതുകഴിഞ്ഞ് മൂന്നാമത് മുടി കളയുന്നതിലൂടെ മനുഷ്യ ശരീരത്തിലുള്ള നഫ്സാനിയത്ത്, തന്നിഷ്ടങ്ങളെ അവർ ദൂരീകരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ശൈത്താനീയത്തിനെ ഒരു ഹാജി കളഞ്ഞ്, അതുപോലെ തന്നെ ഹയവാനിയത്തെന്ന മൃഗീയതയും കളഞ്ഞ്, നഫ്സാനിയത്തെന്ന തന്നിഷ്ടത്തെയും കളഞ്ഞ് ഒരു ഉമ്മ പ്രസവിച്ച ദിനത്തിലെ പാപ സുരക്ഷിതത്വം ഉള്ളവരായി മടങ്ങിയെത്തുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് ഈ ബലിപെരുന്നാളിന് നമുക്ക് ആകെയുള്ള ഇബാദത്തെന്ന് പറയുന്നത് സുന്നത്തായ നമസ്കാരവും അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട നമ്മുടെ പള്ളികളിലെ ആരാധനകളും കഴിഞ്ഞതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ അമലെന്ന് പറയുന്നത് ബലിമൃഗത്തെ അറുക്കലാണ്. യഥാർത്ഥത്തിൽ 2 രീതിയിലുള്ള അറവ് ആ സന്ദർഭത്തിൽ നടക്കണം. ഒന്ന്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ടാണ് ഒരു മൃഗത്തെ വാങ്ങുക. അപ്പോൾ അവൻ്റെ സമ്പത്തിനെ അവൻ ബലി കൊടുക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി. രണ്ടാമത്, മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ ബലി കൊടുക്കുകയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി മക്കയിൽ വരുന്നത് കൈക്കുഞ്ഞുമായി കടന്നു വന്ന് ആ കൈക്കുഞ്ഞിനെ വിശുദ്ധമായ ഹറമിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് പോയത്. രണ്ടാമത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ അറുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ലാളിക്കുന്ന, സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന തൻ്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന് വേണ്ടി അറുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു. എന്നതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അത് പടച്ചതമ്പുരാനു വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ സർവസ്വവും അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ബലിപെരുന്നാളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എനിക്ക് തരാനുള്ള സന്ദേശം. നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്നത്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു ഒരു മകനെ കൊടുത്തു. ആ മകനെയാണ് അറുത്തു ബലി നൽകാൻ അള്ളാഹു കൽപ്പിച്ചത്. അതുവഴി ആ പരീക്ഷണത്തിൽ വിജയിക്കുന്ന സാഹചര്യം എത്തിയപ്പോൾ അള്ളാഹു പകരം ഒരു ആടിനെ കൊടുക്കുകയും ഒരു മകൻ ഉണ്ടായിട്ട് അതിനെ അറുത്തു കൊടുക്കാനുള്ള ത്യാഗസന്നദ്ധതയ്ക്ക് പകരമായി അള്ളാഹു ഒരു മകൻ ഇസ്ഹാഖ് എന്ന മകനെ കൂടെ കൊടുത്തു. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ വിജയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് വീണ്ടും അവൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നന്ദിയുള്ളവരാവുക. അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു തരും. അള്ളാഹു ആ നല്ല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.